നമസ്കാരം. മാസങ്ങൾക്ക് ശേഷം മാളവ്യ, ഭദ്ര, മഹാപുരുഷ രാജയോഗം. ഈ രാശിക്കാരുടെ കരിയറും ബിസിനസ്സും തിളങ്ങാൻ പോകുന്നു, ഒപ്പം സമ്പത്തും. വേദജ്യോതിഷപ്രകാരം ഭദ്ര മാളവ്യ രാജയോഗ രൂപപ്പെടുന്നതിലൂടെ ചില രാശിക്കാരുടെ നല്ല ദിനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു. ജ്യോതിഷപ്രകാരം ആഗ്രഹങ്ങൾ ഒരു നിശ്ചിത കാലയളവിൽ സംക്രമിക്കുകയും അതിലൂടെ ശുഭകരമായ യോഗവും രാജയോഗവും രൂപപ്പെടുന്നു. അതിൻ്റെ സ്വാധീനം മനുഷ്യജീവിതത്തിലും രാജ്യത്തും ലോകത്തും ദൃശ്യമാവുകയും ചെയ്യുന്നു. ജൂണിൽ 2 കിടിലം രാജയോഗം ഉണ്ടാകാൻ പോവുകയാണ്. അതിൽ ഒന്ന് ശുക്രൻ ഇടവം രാശിയിൽ സംക്രമിച്ച് മാളവ്യ രാജയോഗത്തിനും, രണ്ടാമത്തേത് ബുധൻ സ്വന്തം രാശിയായ മിഥുനത്തിൽ സംക്രമിച്ചുകൊണ്ട് ഭദ്ര രാജയോഗവും സൃഷ്ടിക്കാൻ പോകുന്നു. ഇക്കാരണത്താൽ ചില രാശിക്കാരുടെ ഭാഗ്യം തെളിയും. കൂടാതെ അതിനുശേഷം ചില രാശിക്കാരുടെ വരുമാനത്തിൽ വർധനവും ഉണ്ടാകാം. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. ആ രാശിക്കാർ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ജൂണിലാണ് ഈ കിടിലം രാജയോഗം ഉണ്ടാകാൻ പോകുന്നത്. അതിൽ ഒന്ന് ശുക്രൻ ഇടവം രാശിയിൽ സംക്രമിച്ച് മാളവ്യ രാജയോഗവും, രണ്ടാമത്തേത് ബുധൻ സ്വന്തം രാശിയായി മിഥുനത്തിൽ സംക്രമിച്ചുകൊണ്ട് ഭദ്ര രാജയോഗവുമാണ് ഇതിൽ ആദ്യത്തേത് ഇടവം. ഭദ്ര മാളവ്യ രാജയോഗത്തിൻ്റെ രൂപീകരണം ഇവർക്ക് അനുകൂലമായിരിക്കും. കാരണം ഈ രാജയോഗം നിങ്ങളുടെ രാശിയുടെ ലഗ്നത്തിലും 12ാം സ്ഥാനത്തുമാണ് രൂപപ്പെടുന്നത്. അതിനാൽ ഈ കാലയളവിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ വർധനവ്, വ്യക്തിത്വം മെച്ചപ്പെടുത്തും. ഈ സമയത്ത് പണം സമ്പാദിക്കുന്നതിനോടൊപ്പം നിങ്ങൾ വിജയത്തിൻ്റെ പാതയിൽ മുന്നേറും. കൂടാതെ കുടുംബത്തോടൊപ്പം വളരെ നല്ല സമയം ചെലവഴിക്കാൻ സാധിക്കും. ബിസിനസ് ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്ക് ഈ കാലയളവിൽ പുതിയ ബിസിനസ് ആരംഭിക്കാൻ കഴിയുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഈ സമയം ശുഭകരം ആയിരിക്കും. പ്രണയബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. യാത്രാ അവസരങ്ങൾ ഉണ്ടാകും. ഭദ്ര മാളവ്യ രാജയോഗത്തിൻ്റെ ഒരു രൂപീകരണം ഇവർക്ക് അനുകൂലം തന്നെയാണ്. കാരണം ഈ രാജയോഗം നിങ്ങളുടെ രാശിയുടെ ലഗ്നത്തിലും 12ാം സ്ഥാനത്തുമാണ് രൂപപ്പെടുന്നത്. അതിനാൽ ഈ കാലയളവിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് വർധനവ്, വ്യക്തിത്വം മെച്ചപ്പെടുത്തും. ഈ സമയത്ത് പണം സമ്പാദിക്കുന്നതിനോടൊപ്പം നിങ്ങൾ വിജയത്തിൻ്റെ പാതയിൽ മുന്നേറുകയും ചെയ്യുന്നു. കൂടാതെ കുടുംബത്തോടൊപ്പം വളരെ നല്ല സമയം ചെലവഴിക്കാനും സാധിക്കുന്നു. ബിസിനസ് ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്ക് ഈ കാലയളവിൽ പുതിയ ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഈ സമയം ശുഭകരം തന്നെയായിരിക്കും. അടുത്തത് മിഥുനം. ഇവർക്കും ഭദ്ര മാളവ്യ രാജയോഗത്തിൻ്റെ രൂപീകരണം ഗുണകരം തന്നെയായിരിക്കും. കാരണം ഈ രാജയോഗം ഈ രാശിയുടെ ലഗ്നത്തിലും 12ാം ഭാവത്തിലുമാണ് രൂപപ്പെടാൻ പോകുന്നത്. അതിനാൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സാമ്പത്തിക നേട്ടം, പണം സമ്പാദിക്കുന്നതിനോടൊപ്പം വിജയത്തിൻ്റെ പാതയിൽ മുന്നേറുവാനും ഈ സമയത്ത് പണം ലഭിക്കുന്നതിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യുന്നു. ബിസിനസ്സിൽ പുരോഗതി, ജോലിയിൽ പുതിയ പദ്ധതികൾ ലഭ്യമാക്കും. ബിസിനസ്സുകാർക്ക് നല്ല ലാഭം എന്നിവ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ചിങ്ങം. മാളവ്യ ഭദ്ര രാജയോഗം അതിൻ്റെ രൂപീകരണം ഇവർക്ക് ശുഭകരവും ഫലപ്രദവുമായിരിക്കും. കാരണം ഈ രാജയോഗം നിങ്ങളുടെ രാശിയുടെ 10ാമത്തെയും 11ാമത്തെയും ഭാവങ്ങളിൽ രൂപപ്പെടുന്നു. അതിനാൽ ഈ സമയത്ത് നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും പുരോഗതി ലഭിച്ചേക്കാം. തൊഴിലില്ലാത്തവർക്ക് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം. ഈ സമയത്ത് ബിസിനസ്സുകാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കുന്നതായിരിക്കും. അത് സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുന്നു. ഇവിടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പൊതുവായ വിശ്വാസങ്ങളെയും വിവരങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്.